ദൃശ്യം ഒരു ഫ്രാഞ്ചൈസി എടുക്കാമെങ്കിൽ അതൊരു ഡ്രാമയാണ് ആക്ച്വലി. പക്ഷെ അതിനെ ത്രില്ലറായിട്ട് ആൾക്കാർ ടാഗ് ചെയ്തു. ഒരു കാര്യമില്ല, വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ തട്ടിക്കിടന്നേക്കണം, വേറെ മാർഗമില്ല. എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലെങ്കിലും ചിരിച്ചു കാണിക്കണം. ഇപ്പോഴത്തെ സിനിമയിലെ വയലൻസ് എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. ഞാൻ പല വയലൻസ് സിനിമകളും എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. എൻ്റെ സിനിമകളിൽ സ്പൂൺ ഫീഡിങ് ഇച്ചിരി കൂടുതലാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്. ഇപ്പോൾ വാഴ, അതിനകത്ത് ഇമോഷൻ പറഞ്ഞു, അത് വലിയൊരു ആക്ടർ ഉണ്ടായിട്ടല്ലല്ലോ. സാറിന്റെ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഔട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ദൃശ്യം ഫ്രാഞ്ചൈസ് ആണ്. അപ്പോൾ സാറിന് അത് എപ്പോഴെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, അത് ആ ദൃശ്യത്തിലേക്ക് തിരിച്ചും വീണ്ടും വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഷോൾഡർ കുറച്ചുകൂടെ വെയിറ്റ് താങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു പ്രീക്വലോ അല്ലെങ്കിൽ സീക്വലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പടത്തിൻ്റെ ഓൾറെഡി സക്സസ് ആയ ഒരു പടത്തിൻ്റെ ചെയ്യുമ്പോൾ അത് ഏത് സിനിമ എടുത്താലും അതിൻ്റെ ഒരു ബേർഡൻ ഉണ്ടാവും. കാരണം സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ആ ലെവലായിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ അതിനെ ഒത്തിരി ഭയക്കുന്നില്ല, അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ സിനിമ എന്താണ് എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. അതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് ദൃശ്യം. അപ്പം നമ്മൾ ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ് വന്നെങ്കിലും ദൃശ്യത്തെക്കുറിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ദൃശ്യം ഒരു ഫ്രാഞ്ചൈസി എടുക്കാമെങ്കിൽ അതൊരു ഡ്രാമയാണ് ആക്ച്വലി. പക്ഷെ അതിനെ ത്രില്ലറായിട്ട് ആൾക്കാർ ടാഗ് ചെയ്തു. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ഞാനെപ്പോഴും അതിനെ ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും തേർഡ് വരുമ്പോഴും ഞാൻ അതിനെ ഡ്രാമ എന്ന് പറയുന്നതാണ്. എല്ലാവരും ജോർജ് കുട്ടിയുടെ ട്വിസ്റ്റ്, അതിനകത്തെ ട്വിസ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കണ്ടുപോവുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. ഞാനത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി. പക്ഷെ ഞാൻ ഇനി ഇത് എങ്ങനെ പോയാലും ഞാനതിന് ഫാമിലി ഡ്രാമ എന്നുള്ള അപ്രോച്ചിൽ അതിനകത്തെ ക്യാരക്ടറൈസേഷൻ ഇപ്പം അതിനകത്ത് മുങ്ങിപ്പോയ ക്യാരക്ടേഴ്സ് 2 അമ്മമാർ. അപ്പോൾ ഫസ്റ്റിനകത്തൊരു ക്രൈം വന്നപ്പം അതുമായിട്ട് അയാൾ ബുദ്ധിപരമായൊരു കാര്യം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ജോർജ് കുട്ടി ഭയങ്കര അതിബുദ്ധിമാനൊന്നുമില്ല, അയാളൊരു കോമൺ സെൻസ് ഉള്ളൊരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. അവിടെ നിങ്ങൾ ആ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് മീനയുടെ ക്യാരക്ടർ ആ കുട്ടി ബൈ മിസ്റ്റേക്ക് ആ പയ്യനെ കൊന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് പറയുന്നുണ്ട് മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസാണ് ആക്ച്വലി, ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. അവിടെ പുള്ളിക്കാരത്തി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂമെൻ്റാണ് ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരത്തി ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അപ്പോൾ എവിടുന്ന് എനിക്കൊരു ധൈര്യം വന്നു, പിന്നെ എനിക്കറിയാം. പിന്നെ ജോർജ് കുട്ടിയിലേക്ക് അത് കൈമാറി. ആ ജോർജ് കുട്ടിയുടെ രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ സെക്കൻഡിലും തേർഡിലും എല്ലാം അവരുടെ ഇമോഷൻസും അവരുടെ പ്രശ്നങ്ങളും ഈ 2 ഫാമിലി തമ്മിലുള്ള ഒരു ടഗ് ഓഫ് ആണ്. ശരിക്കും എനിക്കതിൻ്റെ തോട്ട് കിട്ടിയത് തന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെയാണ്. 2 ഫാമിലി തമ്മിലുള്ള ഇഷ്യൂ. അന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലെത്തുമ്പോൾ ഈ ആരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ ഓഡിയൻസിനുണ്ടാവും. കാരണം 2 ഫാമിലിയുടെ ഭാഗത്ത് ശരിയുണ്ട്, 2 ഫാമിലിയുടെ ഭാഗത്ത് തെറ്റുമുണ്ട് എന്ന് പറയുന്നൊരിതാണ്. പക്ഷേ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വരികയും അദ്ദേഹം ഒരു ബുദ്ധിപരമായൊരു കാര്യം ചെയ്തപ്പോഴത്തേക്കും അത് ബ്രില്യൻസായി മാറി, പിന്നെ ട്വിസ്റ്റായി മാറി. സെക്കൻഡ് വന്നപ്പോൾ കുറേ ട്വിസ്റ്റുകളായി മാറി. അങ്ങനെ അതിനെ ഒരു ത്രില്ലർ സിനിമയിലേക്ക് ടാഗ് ചെയ്യപ്പെട്ടു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നത് ഒരിക്കലുമല്ല. ഒന്ന് നിങ്ങളതിനകത്തേക്ക് നിങ്ങളിപ്പം ചിന്തിക്കുന്നതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചു നോക്കും. അതിനകത്തൊരു ഇമോഷനുണ്ട്. സ്വന്തം മകൻ മിസ്സിങ് ആണ്. ആപ്പിനമ്മ എന്ത് പറ്റിയത്? മകനൊരു പാളിച്ച പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാം എന്ന് കരുതി ജോർജ് കുട്ടിയുടെ ഫാമിലി അവർ മനഃപൂർവ്വം ചെയ്തതാണ് അല്ല, അതൊരു കൈവത്വമാണ്. അപ്പോൾ ഇതിനകത്ത് 2 അമ്മമാരുടെ ഇമോഷനുണ്ട്, 2 അച്ഛന്മാരുടെ ഇമോഷനുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്രൈമും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ആ സിനിമ വേറൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ തേർഡ് വരുമ്പോഴും ആൾക്കാർ ഭയങ്കര ട്വിസ്റ്റ് അതാന്നപ്പോൾ ഞാനതാ പറഞ്ഞു, ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഇമോഷണൽ ഫിലിം. അത് ഫസ്റ്റിലും ഉണ്ട് ഇമോഷൻ, സെക്കൻഡിലും ഉണ്ട്, തേർഡിലും ഇമോഷൻ ഉണ്ട്.
അതുകൊണ്ട് ഞാൻ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന എന്താണോ അതുവഴി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിപ്പം ഫസ്റ്റ് പോലെ സെക്കൻഡ് ആയോ എന്ന് ചോദിച്ചു അതിനെ പേടിച്ചിട്ട് ഞാനല്ല. ഫസ്റ്റ് കഴിഞ്ഞ് ഓർഗാനിക്കലി ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓർഗാനിക്കലി ആ കഥയ്ക്ക് ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അവസാനിക്കുമ്പോൾ നാട്ടുകാരുടെ സൊസൈറ്റിയുടെ ചിന്താധീനം, അവർ പാവമായിരുന്നു, അവരെ ആ സഹദേവൻ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പം സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ആ 6-7 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക? തീയില്ലാതെ പുകയുണ്ടാവുമോ? ചിലപ്പോൾ അവർ തെറ്റിയതായിരിക്കും. അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറി. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പോയത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വന്നതാണ്. തേർഡ് വന്നപ്പോഴും ഇനി അവരുടെ ലൈഫിലെന്ത്? തേർഡിലേക്ക് വരുന്ന ഇതും അവരുടെ ജീവിതമാണ്. ജോർജ് കുട്ടിയുടെയും ഇവരുടെയും അത് കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. കാരണം എല്ലാവർക്കും പ്രായം മാറുന്നതനുസരിച്ച്, ജോർജ് കുട്ടിക്ക് പ്രായം മാറുന്നതനുസരിച്ച് ആ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ പറയില്ല ഒരു പ്രായം കഴിയുമ്പോൾ മച്യൂരിറ്റി ഉണ്ടാകുക. ഇപ്പോൾ അനു, മറ്റേ കുട്ടിയുടെ പേര് മറന്നുപോയി, ഞാൻ ഭയങ്കര കൺഫ്യൂസ്. എനിവേ, അനു, അഞ്ജു എന്ന് പറയുന്ന 2 കുട്ടികൾ, അവർക്കും പ്രായം മാറുന്നതനുസരിച്ച് അവരുടെ ക്യാരക്ടറിൽ മാറ്റങ്ങളുണ്ട്. അവരുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ട്. അവർക്ക് സംശയങ്ങൾ കൂടും, ചോദ്യങ്ങൾ കൂടും. അപ്പോൾ അതൊക്കെ സെക്കൻഡിനും തേർഡിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ വളർച്ച, ആ ഫാമിലിയുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാനതിനെ ഒരു ബേർഡനായിട്ട് കണ്ട് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സക്സസ് പോലെ സെക്കൻഡ് പിടിക്കണം എന്നുണ്ടല്ല, സെക്കൻഡ് കഴിഞ്ഞിട്ട് അതേപോലെ തേർഡ് പിടിക്കണം, ഇല്ല. ഫസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സെക്കൻഡ്. ഇമോഷൻ ബേസിക്കലി അതൊക്കെ തന്നെ, അതിൽ നിന്നും വ്യത്യസ്തമാണ് തേർഡ്. അപ്പോഴും ഇതെല്ലാം 3ഉം ഒരു ഫാമിലി ഇമോഷൻ്റെ ബേസ് ചെയ്തിട്ട് ഈ സിനിമ പോകുന്നു. ഈ ദൃശ്യം 1 എഴുതുമ്പോഴേ 2ഉം 3ഉം ഒക്കെ ഉണ്ടോ മനസ്സിൽ? അതോ ബേസിക്കലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ, ഇതിങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. അത് കഴിഞ്ഞപ്പം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സാഹചര്യം പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ഒരു വെഡിങ്ങുമായിട്ട് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം, അഫയർ. അപ്പൊ 2 ഫാമിലീസിന്റെ ഭാഗത്തും ന്യായമുണ്ട്. അപ്പൊ അതിലൊരു ബ്യൂട്ടിഫുൾ ഡയലമ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു സിനിമയ്ക്കുള്ള ഐഡിയ കിട്ടുന്നത്. ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ബിഗ് സ്റ്റാർ ആക്ടർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ, കാരണം അത് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയൻസ് ആ ഒരു ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് റൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ പുള്ളി അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഡയലമ നിലനിൽക്കത്തില്ലായിരുന്നോ? ഇല്ല, കാരണം വെച്ചാൽ അതിനകത്ത് ഇമോഷണലി ഓഡിയൻസ്, നമ്മുടെ ഇപ്പോൾ ഏത് ആക്ടറാണേലും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ നമുക്ക് അവർ നന്നായിട്ട് അഭിനയിക്കാവുന്ന ഒരാളാണെങ്കിൽ നമ്മളിൽ എന്താ പറയുക, ആ ഇമോഷൻ അവർക്ക് അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാൻ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നിൽക്കും. അതിനകത്ത് പിന്നീട് എനിക്ക് മനസ്സിലായത് മറ്റവരുടെ കൂടെ നിൽക്കില്ല. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ അത് എൻ്റെ ഫസ്റ്റ് റിയലൈസേഷൻ അതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നു, പക്ഷെ അവിടെ അത് ഉണ്ടായില്ല. അതുണ്ടായൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അതും ബാക്ക് ഫയർ ചെയ്തു. എൻ്റെ തോട്ട് ബാക്ക് ഫയർ ചെയ്ത സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അതിനകത്തും 2 ഫാമിലിയും ഇതുമാണ്, ഇമോഷനാണ്. പക്ഷേ അവിടെ ജോർജ് കുട്ടിയുടെ സ്ഥാനത്തെ പോലെ ഒരു നെഗറ്റീവ് കാര്യമാണ് ബിജുമേനോൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫീഡ്ബാക്ക് വന്നപ്പോൾ ബിജുമേനോട് കൂടെ നിൽക്കാൻ പറ്റിയില്ലാണ്. പക്ഷേ ജോർജ് കുട്ടി ചെയ്തതിനേക്കാൾ വളരെ ക്രൂവൽ ഇതായിരുന്നു. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വേറെയാണ്, പക്ഷേ പാറ്റേൺ സെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതിയ സിനിമകൾ ഇപ്പോൾ ഇവിടെ ഓടുന്നു, പുതിയ ചെറുപ്പക്കാരുടെ സിനിമകൾ, അതിനകത്ത് ഇമോഷൻ, ഇപ്പോൾ വാഴ, അതിനകത്ത് ഇമോഷൻ പറഞ്ഞു. അത് വലിയൊരു ആക്ടർ ഉണ്ടായിട്ടല്ലല്ലോ, അവരത് പെർഫോം ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആര് ചെയ്താലും ഈ സിനിമ, പക്ഷേ ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു സ്റ്റാർ വന്നില്ലായിരുന്നെങ്കിൽ പടം ഒരുപക്ഷെ ഈ ലെവലിലൊരു എന്താ പറയുക, ഒരു ബോക്സ് ഓഫീസിലേക്ക് ചിലപ്പോൾ പോകത്തില്ല. കാരണം ഇത് തുടക്കത്തിൽ ഈ കഥയെന്ന് ഞാനിത് സ്ക്രിപ്റ്റ് വേറെ അക്കൗണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത് ആദ്യം ചെയ്യാനിരുന്നത് വേറൊരാളെ വെച്ചുമായിരുന്നു. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് അത് എൻ്റെയിലേക്ക് വന്നതാണ്. ദൃശ്യം 2-ലെ മുരളി ഗോപി ചെയ്ത പോലീസ് കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ചും സർട്ടൺ ഡയലോഗ്സ് ഒക്കെ. അതിൽ മുരളി ഗോപി തന്നെയായിരുന്നു ഒരു ഫസ്റ്റ് ചോയ്സ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? അതെ, നമ്മളവരെ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുരളിയിലേക്ക് പോയതാണ്. നമ്മളെപ്പോഴും ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോയ്സ് എടുത്തതിനകത്ത് മുരളി ഗോപി വന്നപ്പോൾ പെട്ടെന്ന് ഓക്കെ
നമുക്കതൊരു ഡിസ്കഷനകത്ത് വന്നപ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നി. അങ്ങനെ എന്താ ചെയ്തതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സിനിമയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള ഒരു ആളല്ല. എങ്ങനെ ഈ സിനിമയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? എപ്പോഴാണ് സിനിമാക്കാരനാകണം എന്നുള്ളൊരു? ഞാൻ പ്രീ ഡിഗ്രിക്ക് SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്നു, എൻ്റെ കസിൻ സെക്കൻഡ് PDCക്ക്. ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഫസ്റ്റ് PDC ആ സമയത്ത് ഹോസ്റ്റലായിരുന്നു, ഇച്ചിരി സ്ട്രിക്റ്റൊക്കെ ആയിരുന്നു. കുറച്ച് ഒരു ഹാഫ് ഡേ വെച്ചിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് മാറി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആ കസിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടുത്തെ, പുള്ളിയും ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എനിക്കും സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വന്ന തുടക്ക സമയമായതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ക്ലാസ് കിട്ടിയാൽ പേടിയാണ്. അപ്പോൾ ഈ ഇവൻ്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇച്ചിരി എളുപ്പമായി, ചോദിക്കാനും പറയാനും ആളുമില്ലല്ലോ, മറ്റേ ഹോസ്റ്റൽ പോലെ. അപ്പം ഞാൻ പതുക്കെ ഇവന്മാരുടെ സിനിമയെ കാണാൻ പോയി. സിനിമ കാണാൻ പോയപ്പോൾ ഇവരുടെ നടുക്കിരുന്ന് ഇവരിതിൻ്റെ ഡയറക്ഷൻ്റെ ഓരോ സൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്പർ 20 മദ്രാസ് മെയിൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഒരു ട്രെയിനിലെ യാത്രയാണല്ലോ പറയുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ എഞ്ചിൻ്റെ നമ്പർ വേറെയാണ്, അത് കോട്ടയത്ത് വന്നപ്പോൾ വേറെ എഞ്ചിൻ. അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കണ്ടിന്യൂറ്റി പതുക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അതിനകത്തേക്ക് അങ്ങനെ വന്ന് പിന്നെ പതുക്കെ ഞങ്ങളുടെ ഇതിനകത്ത് സിനിമാ സംഭാഷണങ്ങൾ ചർച്ചകളായി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രിക്ക് പോയി. അന്നേരം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് പിരിഞ്ഞു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷേ എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല, കാരണം ആ സമയത്തൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്ന് എനിക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, അതിലും നല്ലത് നിങ്ങൾ ആരോട് അസിസ്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ഒരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ദിവസം കൂടി ഒരിടത്തിരുന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ്, അന്ന് എനിക്ക് വേണമെങ്കിൽ ദൂരദർശനിലായിരുന്നു, ടെലിഫിലിം, ഷോർട്ട് ഫിലിം അല്ല ടെലിഫിലിം, അതൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ അത് നടന്നില്ല. അതാണ് പിന്നീട് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമയായത്. അവരിപ്പോൾ എന്താ ചെയ്യണേ ആ രണ്ടുപേരും? അവർ ഒരാൾ ബിസിനസ്, ഒരാൾ പുറത്ത് മസ്കറ്റിൽ. സിനിമയിലില്ല രണ്ടാളും? ഇല്ലില്ല, പക്ഷെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയും. അതിപ്പോൾ അല്ലാതെ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ MLA ആയിരുന്നു. ഈ രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? പണ്ട് ശ്രദ്ധിക്കാറൊന്നും ഇപ്പം ഇല്ല. എനിക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു ഇത് പോയി. കാരണം എൻ്റെ ഫാദർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പം ഫാദർ മൂവാറ്റുപുഴ MLA ആയിരുന്നു. മക്കളാരും രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ഫാദറിന് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ കൈൻഡ് ഓഫ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് പൈസ ഇറക്കി കളിച്ച രാഷ്ട്രീയക്കാരനാണ്. നമ്മളതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ടായി. കയ്യിൽ നിന്ന് ചേട്ടൻ എല്ലാവരും കരുണാകരൻ പോലും കൊച്ചേട്ടൻ എന്നാണ് പറയാറുന്നത്. അപ്പോൾ പറയും കൊച്ചേട്ടൻ്റെ പൈസ ഉണ്ട്, കൊച്ചേട്ടൻ ചെയ്തോളൂ. പിന്നെ വിച്ചാച്ചൻ തന്നെ പൈസ ഇറക്കി കളിച്ച് അങ്ങനെ ഇതായി. അപ്പം ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിൽ പഠിക്കുമ്പോൾ എന്നെ കൊച്ചേട്ടന് വരാന്നൊക്കെ പറഞ്ഞ് കൗൺസിലറാക്കാനും ഒക്കെ നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അതിനോട് പറഞ്ഞു വേണ്ടതാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം താല്പര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരികയും എപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ എലിഞ്ഞി ടൗണിൽ വെച്ച് കണ്ടപ്പം ഞാൻ ചിരിച്ചപ്പോൾ പുള്ളി മുഖം തിരിച്ചു കാണുന്നു, അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചേച്ചനോട് ചോദിച്ചു എന്ത് പറ്റി പുള്ളി ഇങ്ങനെ ചെയ്യുന്നു? പുള്ളി പറഞ്ഞു അയാൾ പറഞ്ഞൊരു കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അതായത് 10 കാര്യം ചെയ്താലും 11ാമത്തെ കാര്യം നടത്തി കൊടുത്തില്ലെങ്കിൽ ശത്രുവായിരിക്കും. പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലെങ്കിലും ചിരിച്ച് കാണിക്കണം. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ തത്തുല്യമായൊരു ഫീൽഡിൽ തന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. സിനിമ രണ്ടിനും ഒത്തിരി സമാനതകളുണ്ട്. രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും സർവൈവ്, അതൊരു കുറ്റമൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് ഇത്. അപ്പോൾ സിനിമയിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒത്തിരി അങ്ങനെ പബ്ലിക്കിൽ എനിക്കിപ്പോഴും ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒന്നും അറിയാൻ മേല. ഒന്ന് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ 1-2 കണ്ടാലൊന്നും ഞാൻ ചിലപ്പം പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയണമെന്നില്ല, അതുകൊണ്ട് പേടിയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ നാളെ പുറത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പിന്നെ ഭയങ്കര ജാടയെ എന്ന് തോന്നും. അത് കുറ്റം പറയേണ്ട കാര്യമില്ല, പക്ഷെ എനിക്ക് പറ്റത്തില്ല. ചിലർക്ക് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ഫിറ്റല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ്. പിന്നെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക്
വാക്കിന് വില വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ ഭയങ്കര സ്ട്രോങ് ലേഡി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ധൈര്യം. അതെ, കാരണം എൻ്റെ അതുപോലെ നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മക്കൾക്ക് ഓരോ ക്രൈസിസ് വരുമ്പോഴും അമ്മച്ചി ഭയങ്കരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എനിക്ക് തന്നെ സിനിമയുടെയൊക്കെ ഒരു 1.5 വർഷം ഒരു പ്രൊജക്റ്റിൻ്റെ പുറകെ കഥയായിട്ട് നടന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഞാൻ മാത്രം പ്രൊജക്റ്റിൽ നിന്ന് പുറത്തായി. അപ്പോൾ സങ്കടമായിട്ട് ഞാൻ ഡിറ്റക്റ്റീവിൻ്റെ സബ്ജക്റ്റൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സങ്കടം വന്ന് ഇരുന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, വേണം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് വിറ്റിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരിക്കലും ചെയ്യാനല്ല, പക്ഷേ അന്ന് ആ ഒരു സ്പിരിറ്റിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്. ഞങ്ങളതിന് പൈസ മുടക്കില്ല, ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ പ്രൊഡ്യൂസർ വന്നു. പക്ഷേ അതൊരു സപ്പോർട്ട് പോലെ ഞാൻ കൊടുത്തതാണ്. അപ്പം എല്ലാത്തിലും അമ്മച്ചി അങ്ങനെയാണ്. അമ്മച്ചി ഇപ്പോഴും ഷീസ് 86, ഒരു ക്യാൻസർ സർവൈവറാണ്. ഷീസ് ആൻ അയൺ ലേഡി. ഡിറ്റക്റ്റീവിന്റെ ഒരു ആ സിനിമയുടെ ക്ലൈമാക്സും അതിന്റെ ഒരു കോൾ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് സാറിന് എത്രത്തോളം ഗുണം ചെയ്ത കരിയറിലെ തുടക്കത്തിൽ തന്നെ? ശ്രദ്ധിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ നഷ്ടമൊന്നും വന്നില്ല ആ സിനിമ. കാരണം അതുപോലെ ചിലവ് 38 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 25ാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതുപോലെ ഷൂട്ട് ചെയ്ത് തീർത്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി പേര് സിനിമ ശ്രദ്ധിച്ചു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കര ഞാൻ മമ്മി അമ്മയുടെ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ സുകുമാരി ടീച്ചറിനെ വിളിക്കാനായിട്ട് ചെന്നെത്തി. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്തു. മമ്മി അമ്മ മോനെ പേര് കൊള്ളാമല്ലോ. ഞാൻ ഒരു അമ്മയമ്മളുടെ കഥയാണ്, ഒരു പ്രിവ്യൂ ഉണ്ട്, മാഡം വരണം. അപ്പം മോൻ്റെ ഫസ്റ്റ് സിനിമ അല്ല, എൻ്റെ സെക്കൻഡ് സിനിമ. ആദ്യത്തെ സിനിമ ഏതാണ്? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകളും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കിയിട്ട് ഡിറ്റക്റ്റീവ് ആ നൂലയിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. അപ്പം സ്ത്രീകൾക്കും ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ ആ സിനിമ ഒത്തിരി പേര് നോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഫാമിലി ഓഡിയൻസിനെ കിട്ടിയില്ല. കാരണം ഏതോ ഒരു ജീത്തു ജോസഫ്, ഒരു അന്നത്തെ സുരേഷ് സാറ് തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് വലിയൊരു ഇത് കിട്ടിയില്ല. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ അന്ന് രണ്ടാമതാണ് ഞാൻ ഈ മമ്മിയാൻമ എടുത്തിയത്. മമ്മിയാൻമയിലാണ് എനിക്ക് ഫാമിലി ഓഡിയൻസിനെ ശരിക്കും കിട്ടിയത്. അപ്പം ഡിറ്റക്റ്റീവ് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ഫിൽം മേക്കർ കൂടുതൽ ഗുണം ചെയ്തത് മമ്മിയാൻമയുടെ ഡെഫിനറ്റ്ലി. കാരണം വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു സിനിമ ചെയ്ത് വിജയിപ്പിക്കുന്നതിനാണ് എപ്പോഴും അതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക ക്രെഡിറ്റ് നമുക്ക് തന്നെയാണല്ലോ അത്. അപ്പോൾ അതെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മൈ ബോസ്, മെമ്മറീസ്, ദൃശ്യം അങ്ങനെ വന്നു. അതിൽ ദൃശ്യവും മെമ്മറീസും ബാക്ക് ടു ബാക്ക് വന്നതോടുകൂടിയാണ് എന്നെ ത്രില്ലർ ഡയറക്ടറായിട്ട് ടാഗ് ചെയ്തത്. എൻ്റെ സിനിമകളിൽ ആക്ച്വലി എല്ലാവരും ചോദിക്കുന്നുണ്ട് ത്രില്ലർ അല്ലേ ഇഷ്ടം. ബേസിക്കലി ഞാനൊരു ത്രില്ലർ ഡയറക്ടറൊന്നും. എൻ്റെ എല്ലാ സിനിമയിലും ഞാൻ നോക്കുന്ന കഥാപരമായ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് ഉള്ള കഥകളാണ് നോക്കുന്നത്. അതിനകത്ത് ചിലതിനകത്ത് ക്രൈം വരും, ചിലതിനകത്ത് വേറെ ഇത്. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ കഥ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാൻ കാര്യം വെച്ചാൽ ഇവിടുന്ന് ചില സാമ്പത്തിക ആവശ്യത്തിൽ കല്യാണം കഴിച്ച് പുറത്തു പോകേണ്ട ഒരാളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അന്ന് ദിലീപ് ജിയുടെ സാധാരണ സിനിമകളിൽ വരുന്ന കൈൻഡ് ഓഫ് ക്ലൈമാക്സ് അല്ല ആ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ ദൃശ്യം കഴിഞ്ഞു ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങ് ദൃശ്യത്തിൻ്റെ ഡയറക്ടർ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പേടിയൊന്നുമില്ല. കാരണം എനിക്കൊരു ഡിഫറെൻറ്റ് ജോണർ ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരു പാറ്റേൺ, ജോണറല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ കഥയാണ് എന്നെ ആകർഷിക്കുന്നത്. അപ്പോൾ എന്നോടിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ജിത്തു എന്താണ് ഈ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും ചെയ്തത്? ഇപ്പോൾ റാം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അതങ്ങനെ വന്ന് വർക്കൗട്ട് മീൻസ് അത് ഹാഫ് വേ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കെപ്പോഴും എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് വരുമ്പോൾ ആ സബ്ജക്റ്റ് എന്നെ ആകർഷിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്ന കാര്യം ഐ മീൻ സ്റ്റോറി ടെല്ലർ. എനിക്കൊരു കഥ വേണം. ആ കഥ ഭയങ്കര കുറച്ച് നിങ്ങളൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട ക്യാരക്ടേഴ്സോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇടയിൽ കണ്ടിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാൻ എപ്പോഴും എനിക്ക് താല്പര്യം. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഈയിടെ വന്ന വലതുവശത്തെ കള്ളൻ പേഴ്സണലി എനിക്ക് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറിയാണ് പോകുന്നത്. യൂഷ്വലി എല്ലാവരും വിചാരിച്ചു മറ്റേ അയ്യപ്പനും കോശി പോലെ ജോജുവും ഇവരൂടെ വന്നിട്ട് അങ്ങനത്തെ അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ജോജുവിൻ്റെ ക്യാരക്ടർ ഇൻട്രോയിൽ മരിക്കുന്നു. അത് കഴിഞ്ഞപ്പം ആൾക്കാർക്ക് അതിൻ്റെ കുറച്ച്
കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. ഞാൻ വിളിച്ചവരോടൊക്കെ ചോദിച്ചു, എനിക്കിതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ആൻ്റണിയോട് ഞങ്ങൾക്കൊരു സിമ്പതി തോന്നിയില്ല. പക്ഷേ ശരിക്കും ആ ക്യാരക്ടറൊന്ന് ആലോചിക്കുക, തെറ്റുകളിലൂടെ ജീവിച്ച ഒരാൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ അയാളുടെ റിപ്പൻറ്റ് ചെയ്ത് അയാൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചു വരുന്ന പോലെയാണ്. അതാണ് ആ പേര് ശരിക്കും വലതുവശത്തെ കള്ളൻ എന്നുള്ള പേര് ചെയ്ത്. അത് പലർക്കും മനസ്സിലായില്ല. രസം എന്ന് വെച്ചാൽ പേര് മനസ്സിലായെങ്കിലും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ചില ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലായില്ല. അപ്പം ചിലപ്പോൾ പിന്നെ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ കഥ പറഞ്ഞ സ്പീഡ്. കുറേ പേര് പറഞ്ഞു കുറേ സെക്കൻഡ് ഹാഫിൽ പല കാര്യങ്ങളും കിട്ടിയില്ല. പിയാത്ത എല്ലാവർക്കും അറിയില്ല. പിയാത്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടിയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലർക്കും കിട്ടിയില്ല. മേ ബി ഞാനത് സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്തൊരു രീതിയുണ്ട്, അത് ഫുൾ മൂമെൻറ്റിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ആൻ്റണിയുടെ കെയോസ് ഉണ്ടല്ലോ, ലൈഫിലെ കെയോസ്, അത് ആ ഷോട്ടുകളിലൂടെ ഇങ്ങനെ ആ മൂമെൻറ്റിലൂടെ അങ്ങനെ ഒരു സ്പീഡിലാണ് പോയത്. മേ ബി അതുകൊണ്ടായിരിക്കാം അതങ്ങ് മിസ് ചെയ്തു. പിന്നെ വലിയ സ്പൂൺ ഫീഡിങ്ങിന് പോയില്ല. കാരണം എൻ്റെ സിനിമകളിൽ സ്പൂൺ ഫീഡിങ് ഇച്ചിരി കൂടുതലാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, സ്പൂൺ ഫീഡ് ചെയ്യണം. കാരണം ഇനി അത് മടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണാൻ വരുന്നതിനകത്ത് ചിലപ്പം പ്രായമായ 50 വയസ്സ് 55-60 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 25-കാരന് കിട്ടുന്ന അതേ സ്പീഡിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ പലർക്കും പല ഐക്യൂ ലെവലില്ല. അപ്പം കുറച്ചൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യുക. കാരണം സിനിമ കാണുന്നവർക്കത് മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഓവർ ദി പീരീഡ് ഓഡിയൻസിന്റെ ടേസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റം, ഇപ്പൊ ഒരു 20 years ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അല്ല, അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള മാറ്റം എന്ന് വെച്ചാൽ ഈ കുറച്ച് സമയം കൂടുതൽ ഒരു ലാഗ് എന്ന് പറയില്ലേ, വന്ന് കഴിയുമ്പോൾ എല്ലാവരും ഫോണിലേക്ക് പോകും. അപ്പം ഇപ്പോൾ വലതുവശത്തെ കള്ളൻ പോലെയുള്ള സിനിമ സെക്കൻഡ് ഹാഫിൽ ഒരാളെന്നോട് പറഞ്ഞു സെക്കൻഡ് ഹാഫ് ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ച് ലാഗുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാനതങ്ങനെ വിട്ടു. എനിക്ക് അറിയാവുന്ന ഒരാളാണ്, ജെന്യുവനായിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. അത് ഇനി വേറെ പലരും വേറെ പല കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഈ മനസ്സിലാകാൻ മേലായെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, അന്നിങ്ങനെ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചിട്ട് ഇന്ന ഏരിയയിൽ ഇതൊക്കെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകാതെ വന്നപ്പം കഥയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി. ആ ഡിറ്റാച്ച്ഡ് ആയപ്പം ഓട്ടോമാറ്റിക്കലി ലാഗായി. പുതിയ ജനറേഷൻ കൂടുതലും ചെറിയ ഇത് വരുമ്പോൾ പിന്നെ പെട്ടെന്ന് ഫോൺ. നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ ഫ്രണ്ട് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഫോണിൻ്റെ ലൈറ്റുകൾ കാണും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കാലം മാറുന്നതനുസരിച്ച് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ കാരണം അറ്റൻഷൻ സ്പാൻ കുറയുന്നു, അങ്ങനെ പറയുന്നു. റീൽസ് അത് മാറാൻ ചിന്തിക്കേണ്ട രീതിയുണ്ടോ? മേക്കിങ്ങിന്റെ സ്റ്റൈലൊക്കെ ഇത് നമ്മുടെ ഒരു ഫിലിം മേക്കർ എന്നുള്ളത് ഞാൻ എടുക്കേണ്ട ഡിസിഷനാണ്. എനിക്ക് എൻ്റെ സ്റ്റൈലിൽ തുടരണോ, അതിന് തുടരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ കണ്ടിന്യൂസ്ലി അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയാൽ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ സർവൈവ് ചെയ്യാതെ വരും. സർവൈവ് ചെയ്യാതെ വന്നാൽ ഞാൻ പതുക്കെ പുറത്താവും. അപ്പം ഞാൻ എക്സിസ്റ്റൻസിന് വേണ്ടി കുറച്ച് മാറണോ വേണ്ടയോ, അതൊരു ഫിലിം മേക്കറുടെ ചോയ്സാണ്. ഇപ്പം ചില സിനിമകൾ കാണുമ്പോൾ അറിയാം, അവർക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്ക് മനസ്സിലാക്കി തന്നെ സിനിമ ചെയ്ത് പിടിക്കേണ്ട രീതിയിലുള്ള ഓഡിയൻസിനെ കയ്യിലെടുത്ത് അതിന് ഫിനാൻഷ്യലി ആ പഴം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു മോശം സിനിമയാണെന്നൊന്നും അല്ലെങ്കിൽ അതൊരു മോശം രീതിയാണെന്ന് ഞാൻ പറയാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്ക് ഇപ്പം എനിക്കെപ്പോഴും വെച്ചാൽ ഒരു കഥാപാത്രത്തോട് അപ്രോച്ച് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് മാക്സിമം അപ്രോച്ച് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമകളിൽ ഇപ്പം ഞാൻ കഴിയുന്നത് ആക്ഷൻ പോലും എപ്പോഴും കുറച്ച് മാക്സിമം ഒരു സ്റ്റെപ്പിൽ കൂടുതൽ കയറ്റി വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഞാൻ ചെയ്ത റാമെന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഓൾറെഡി ചെയ്തൊക്കെ. അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. അതിൽ പോലും ഫൈറ്റ് വന്നപ്പോൾ ഞാൻ ഈ ടിപ്പിക്കൽ നമ്മുടെ ഹെവി മറ്റേ മാസ് പടങ്ങളിലെ കൈൻഡ് ഓഫ് ആക്ഷൻ അല്ല യൂസ് ചെയ്തത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ ഒരു ഹീറോയിസമൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ അതുപോലെ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഇതൊക്കെ സെറ്റ് ഇടുമ്പോൾ ഞാൻ മാക്സിമം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ചിലതുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫിക്കേഷൻ നടത്തും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയാണോ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഞാൻ സിനിമാറ്റോഗ്രാഫർ ആ ഡയറക്ടറോടും പറയും എനിക്കിത് വേണ്ട, എനിക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് മതി. പക്ഷേ അത് കുറേ ആൾക്കാർക്ക് പറയുന്നത് പ്രൊഡക്ഷൻ വാല്യൂ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും അതൊന്ന് വേറെ രീതിയിൽ പൊലിപ്പിച്ചാൽ അതാണ്, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് എനിക്കറിയില്ല, മേ ബി. പക്ഷേ എനിക്കും കാലത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. കാരണം പുതിയ ഓഡിയൻസിന് എൻ്റെ സിനിമ മനസ്സിലാവണം, ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനതിന് ശ്രമിക്കും. എനിക്കറിയില്ല, എനിക്ക് എൻ്റെതായ രീതിയിൽ ശ്രമിക്കും, അത്രയും. ഈ OTT വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് രീതിയിൽ സിനിമ, ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ്, പിന്നെ ചിലത് OTTക്ക് വേണ്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
അത് സത്യമല്ലേ ഞാൻ ചോദിക്കുന്നത്, ഒരു കൊച്ചു പടം നല്ലൊരു ഫീൽ അങ്ങനെ വന്ന ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയ ഇതുണ്ടല്ലോ മോഹിനിയാട്ടം, നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട്, നല്ല ഞാനും പടം കണ്ടു, നല്ല രസമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഉണ്ടല്ലോ ഭരതനാട്യം, അത് തിയേറ്ററിൽ ഒപ്പീനിയൻ ഉണ്ടായിട്ടും തിയേറ്ററിൽ സർവൈവ് ചെയ്തില്ല. അന്നൊക്കെ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, പിന്നെ നല്ല പടമെന്ന് കേട്ടു. അന്നേരം എന്നോട് 1-2 പേര് പറഞ്ഞത് OTT വരുമ്പോൾ കാണാം. കാരണം അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഒരു ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയാൽ ഒരു നോർമൽ ഡീസൻറ്റ് തിയേറ്ററിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 1000-1200 രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ചിലത് ആൾക്കാർ ചിന്താതിയാണ്, ഇത് OTT കണ്ടാലും മതി. പക്ഷെ ചില സിനിമകൾ, ഇപ്പം ലോക പോലത്തെ ഒരു സിനിമ, അത് OTT കണ്ടാൽ കാര്യമില്ല. അത് തിയേറ്ററിൽ വന്നതിന് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സും അതും ഇതും. അപ്പം അവിടെ ആൾക്കാർ ചൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ പോയി ഇത് ഒരു 28-30 ദിവസം കഴിയുമ്പോൾ OTT കാണാമല്ലോ, അങ്ങനത്തെ പടമല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ശരിക്കും ഹ്യൂമർ സിനിമയ്ക്കാണെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ ഒരു ഹോളിലിരുന്ന് നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പം കുറേ ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചും. അത്ര വലിയ ചിരി വന്നില്ലേ പോലും നമ്മൾ ആ കൂട്ടത്തിൽ ചിരിച്ചു പോകും. അതാണ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേറൊരു സൈഡുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒത്തിരി ഫാക്ടേഴ്സ് കണക്കിലാക്കണമല്ലോ. കണക്കിലെടുക്കുമ്പോൾ സാമ്പത്തികം ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഈ ദൃശ്യം 1-ൽ നിന്ന് 3-ലേക്ക് എത്തുമ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഫാക്ടറിങ് ചെയ്തിട്ടുണ്ടോ ആ മേക്കിംഗ്? ഇല്ല, ദൃശ്യം ഞാൻ ഒറ്റ ഇതാണ്, ആ ഫാമിലി ഇമോഷൻ, ആ ഫാമിലിയുടെ ഓർഗാനിക്കായിട്ടുള്ള വളർച്ച എന്താണ്, ഇത്ര വർഷം കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സാധ്യതകളുണ്ട്, അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോഴും അത് ഒരു ഓർഗാനിക്കലി അത് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദൃശ്യം ഓൾറെഡി ഇതായതുകൊണ്ട് ദൃശ്യം ഇനിയിപ്പം നാളെ എത്ര ഇത് അത്രയൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, തേർഡ് ഒന്ന് കഴിയണം. അപ്പം ഞാൻ എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് ദൃശ്യത്തെക്കുറിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ട്രാക്കാണ് ഞാൻ ഫുള്ള് പിടിക്കുന്നത്. അത് ട്വിസ്റ്റോ ഇതോ ഒന്നുമല്ല, അത് ആ ഇമോഷൻസാണ്. അത് ആ ഫാമിലിയുടെ ഇമോഷൻസാണ്. ഓരോ ക്യാരക്ടേഴ്സിനും എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ കോമനും അതേപോലെ തന്നെ ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടിയൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിങ്ങും മേക്കിങ്ങും അതിലേക്ക് എങ്ങനെ എത്തിയത്? ഇങ്ങനൊരു അറ്റത്തുള്ളൊരു വില്ലേജ് അത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, പുള്ളിയാണ് ഈ ആശയം വന്നതിനോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്യാരക്ടറൈസേഷൻ. അതിന് ആദ്യം വരുമ്പോൾ അതിനകത്ത് ഈ ഇതില്ലായിരുന്നു, ഇത് രണ്ട് കഥയായിരുന്നു. ഞങ്ങളത് ക്ലബ് ചെയ്തതാണ്, ക്യാരക്ടറൈസേഷനും പിന്നെ അതിനകത്തേക്ക് നരബലിയും കൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ പാലക്കാടൻ അടുത്തുള്ള തമിഴ്നാട് ബോർഡറിൽ വെച്ചത് ഇത് കേരളത്തിൻ്റെ നടുക്ക് ഇത് നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലോ എന്ന് കരുതിയവർ. പക്ഷേ അത് റിലീസ് ചെയ്തതിന് മുമ്പ് കേരളത്തിൽ ഇവിടെ തന്നെ നടന്നു. അതിനകത്തെ ക്യാരക്ടറൈസേഷനാണ് സിനിമയുടെ ഫസ്റ്റ് തോട്ട്. ആ ക്യാരക്ടറൈസേഷൻ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ അതിനകത്ത് ഈ നരബലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും അത് വെച്ചിട്ട് അത് വേറൊരു തോട്ടായിരുന്നു കൃഷ്ണമാറിൻ്റെ. രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയതാണ്. കാരണം സിനിമ കുറച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഹാഫിനകത്ത് ആ ക്യാരക്ടറൈസേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിനകത്ത് അത് വന്നപ്പോഴത്തേക്കും അതൊന്ന് വേറെ രീതിയിൽ പോയി എന്നുള്ളത്. പക്ഷെ അത് കുറേ നേരം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. ഒരാളുടെ ക്യാരക്ടറൈസേഷനെ ഒത്തിരി കിടന്നുകൊണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ഷിഫ്റ്റ് ഞങ്ങളുടെ ഒരു തോട്ട് അങ്ങനെയായിരുന്നു. അത് കുറച്ചുകൂടെ വേറൊരു തലത്തിലേക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോയി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു സാധനം. അത് അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞാൽ കൂമൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു തോട്ട് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ കൃഷ്ണകുമാർ സാറിൻ്റെ കൂടെ വേറെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, റൈറ്റേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ഇൻക്രീസിംഗ്ലി കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് വേറെ റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ. ദൃശ്യം എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ഒരു റൈറ്ററിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു ഫ്രഷർ പെർസ്പെക്റ്റീവിൽ എഴുതണം ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒത്തിരി പേര് അയച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞപ്പം സെക്കൻഡിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചുമ്മാ ചോദിക്കില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യം പറയണ്ടല്ലോ എന്നോർത്ത് ഞാൻ മിണ്ടാതിരുന്നു. അന്നേരം അവിടെ 2015 വയാക്കോമിൽ ആരൊക്കെയോ ഹിന്ദി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് കഥ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചെല്ലുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് ചെയ്തു. കാരണം അന്ന് അതിനകത്ത് പ്രീക്വൽ സീക്വലിനുള്ള ക്ലോസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതൊരു സുഖമില്ലാത്ത ഇതിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ആഞ്ഞിരുന്ന് അതിലേക്ക് ഇറങ്ങി ചിന്തിച്ചതാണ്. അപ്പം അത് 2 ആയി.
പിന്നെ അങ്ങോട്ട് ഞങ്ങളത് പ്രീക്വലും സീക്വലും നമ്മൾ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രാഞ്ചൈസ് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിച്ച വേറെ റൈറ്റേഴ്സ് അല്ലല്ല, ഒരിക്കലും ഇല്ല. കാരണം പലരും ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. ഈവൻ തേർഡിനും ഒത്തിരി പേര് എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. ഞാൻ മെയിൽ വരും, ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇല്ല, കാരണം വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കത് എടുക്കാനും മേല. എൻ്റെ ഐഡിയാസ് എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയാൽ ഞാനതിൽ ഇതിൽ സ്റ്റക്കാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനത് മൊത്തത്തിലൊരു ഇതായതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാറില്ല, അത് അതേപോലെ ഡിലീറ്റ് ചെയ്യും. ദൃശ്യം 2 സീരിയസ്ലി ആലോചിച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വരുന്ന വിഷ്വൽ എന്താണ്? അല്ല, ദൃശ്യം എന്ന് പറയുന്നതിൻ്റെ എന്ത് ഇത് ചെയ്താലും ഫാമിലി, ആ ഫാമിലിയിൽ എന്ത് സംഭവിച്ചു, ആ ഫാമിലിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും, 6 വർഷം കഴിഞ്ഞ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും, അല്ല 8 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും, പിള്ളേരൊക്കെ വളർന്നല്ലോ, അവരുടെ ചിന്താഗതികൾ എങ്ങനെയായിരിക്കും, സൊസൈറ്റി അവരെ കാണുന്നത് എങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഫസ്റ്റിൽ സൊസൈറ്റി ഇവരുടെ ഭാഗത്താണ് ശരി, ഇവർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ച സൊസൈറ്റി 8 വർഷം കൊണ്ട് അവർ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അതിനകത്തൊരു ഓട്ടോറിക്ഷക്കാരുടെ ഒരു സീക്വൻസ് ഉണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് അത് അമ്മേനെ കാണാൻ വന്നതാണ് എന്ന് പറയുന്ന രീതിയിൽ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൈസക്കാരും കൂടെ ആയതുകൊണ്ട് അങ്ങനെ അല്ല, അതുകൊണ്ട് തിയേറ്റർ തുടങ്ങി. ഇത് അവർ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടാകുന്ന ഒരിതുണ്ടല്ലോ, അത് കഥകൾ മെനയാൻ തുടങ്ങും. എപ്പം ദൃശ്യത്തിൻ്റെ ഒരു ഇത് ചിന്തിക്കുമ്പോഴും ആ കുടുംബത്തിന് എന്ത് പറ്റി, ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ടത്. ഇപ്പം സെക്കൻഡോടുകൂടി മറ്റേ കുടുംബത്തിന് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഞാൻ തേർഡിൻ്റെ സമയത്ത് ചിന്തിച്ചത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അവരുടെ ലൈഫിലേക്ക്. ഈ ത്രില്ലർ സിനിമ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ താല്പര്യമുള്ളത് ഏത് ജോണറാണ്? ഞാൻ എല്ലാ ജോണറും, എനിക്ക് ഹൊററും മ്യൂസിക്കലും കുട്ടികളുടെ സിനിമ ചെയ്യണം എന്നുണ്ട്. ഇത് എന്നാ ഇത് കുറേ സമയത്ത് എൻ്റെ ഭാഗത്തുനിന്നൊരു വലിയ പാളിച്ച പറ്റി. ഞാനത് കുറേ പ്രൊജക്ട്സുകൾ വന്നപ്പോൾ ഞാൻ കയറി കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ, വാക്ക് പാലിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അനന്തരഫലമാണ് മിറാഷൊക്കെ. ഒരാൾ എൻ്റെ കൂടെ 4 വർഷം നടന്നു. എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങ് അയാൾക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്ക് പൈസ ഒന്നും തന്നിട്ടൊന്നുമില്ല. പക്ഷെ ഒരാളുടെ 4 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് അയാളെ ഞാൻ തള്ളിക്കളയാൻ അത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് ഹിന്ദിയിലും പുറത്തൊക്കെ ചെയ്യാനായിട്ടായിരുന്നു. കഥാപരമായി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് നമ്മൾ മലയാളത്തിൽ ചെയ്യാം. കാരണം അതിനകത്ത് എനിക്കൊരു മെയിൻ ഹീറോ വരണം, ആ വില്ലൻ വേഷം ചെയ്യാൻ. ഹിന്ദിയിലൊന്നും ആരും ചെയ്യാൻ റെഡിയല്ലായിരുന്നു. അതിനകത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഇത് ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞില്ലേ, അത് മിറാഷ് എഫക്റ്റ് എന്നുള്ള അതാണ് ആ പേര് നമ്മൾ ഉദ്ദേശിച്ചത്. ശരിക്കും ഇത് നമ്മളൊന്നും കരുതുന്നു, ആൾക്കാർ വേറെ രീതി എടുക്കുന്നു. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണത്. അതിനകത്ത് ശരിക്കും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെയാണ്. മറ്റേത് ഓരോ ക്യാരക്ടറിലുള്ള മിറാഷ് എഫക്റ്റാണ്. അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ക്യാരക്ടർ ഇതല്ല. അതുകൊണ്ടാണ് മിറാഷ് എന്നുള്ള പേരിട്ടത്. പക്ഷെ അത് പലർക്കും കമ്മ്യൂണിക്കേറ്റ് ആയില്ല. ട്വിസ്റ്റോട് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ട്വിസ്റ്റാന്ന് പറയും. പക്ഷെ അത് ട്വിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, അതിനെ ആ കഥാപാത്രം അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. അപർണയുടെ തന്നെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും ആ കോൺസെപ്റ്റ്. പിന്നെ അതൊരു പക്ഷേ ജിത്തു ജോസഫ് എന്ന ഫിലിം മേക്കറിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ്റെ കൂടെ. കാരണം ഇപ്പോൾ സാറിൻ്റെ സിനിമയാകുമ്പോൾ ആളുകൾ സാറിനെ ഔട്ട്സ്മാർട്ട് ചെയ്ത് ആ സിനിമേനെ സമീപിക്കാൻ, ഈ ട്വിസ്റ്റ് ഈ പുള്ളിയുടെ ട്വിസ്റ്റ് ഇതിന് മുന്നേ ഞാനിത് കണ്ടതാ, അല്ലെങ്കിൽ ഇതിന് മുന്നേ എനിക്കിത് മനസ്സിലായി, അങ്ങനെ കാണുന്ന ഒരു പ്രവണത ശ്രദ്ധിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, അത് മനുഷ്യന് ഉണ്ടാവും. ഇതിനകത്ത് എത്ര പേര് സത്യം പറയുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് വലിയ പ്രശ്നം. ഇത് ചില കഥകൾ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പിടിച്ചിടും. ഇപ്പോൾ എന്നാ ട്വിസ്റ്റൊക്കെ ഉള്ള കഥയാണെങ്കിൽ ഞാൻ ആ ട്വിസ്റ്റ് അങ്ങ് ഞാൻ പറയും ഇനി നിങ്ങൾ പറ ഇതെന്തായിരിക്കും. കാരണം ഇത് പറഞ്ഞ സാറേ അതെനിക്ക് അന്നേരം കിട്ടിയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇനി ശരിക്കും കിട്ടിയെന്ന് അറിയണ്ടേ. കുറച്ച് പേര് അങ്ങനെയും പറയും, കുറച്ച് പേർക്ക് ജെന്യുവനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിക്സായിട്ട് കിടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മളിപ്പം ആൽഫ്രഡ് ഹിച്ച്കോക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആരാന്ന് എനിക്കും ഉണ്ടാവായത്. നമ്മൾ അതൊന്നും പുള്ളി പറയുന്നതിന് മുമ്പ് അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് അതൊരു സ്പിരിറ്റാണ്, അതൊരു ഇതാണ്. പക്ഷേ ഞാനൊരു സിനിമ ഇപ്പോൾ ട്വിസ്റ്റ് അത് പ്രെഡിക്റ്റബിളായിരുന്നു എന്നതുകൊണ്ട് ഞാൻ ആ സിനിമയെ തള്ളിക്കളയല്ല. അതുവരെയുള്ള അതിൻ്റെ ടോട്ടാലിറ്റിയിൽ എന്നെ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ ഓക്കെയാണ്. ഞാനൊരു ബേസിക് വ്യൂവറാണ്. അതുകൊണ്ട് തന്നെ എന്നെ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പടത്തിന്, കാരണം എനിക്കിതിൻ്റെ ഒരു പിന്നിലുള്ള എഫേർട്ടും ഇതും എല്ലാം അറിയാം. അപ്പോൾ അത് ഇപ്പം അന്താക്ഷരി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിപിൻ എൻ്റെ അടുത്ത് വന്നപ്പം എന്നോട് പറഞ്ഞു ഇത് ആരും എടുക്കുന്നില്ല, ജിത്തു ജോസഫ് പ്രസൻസ് വെച്ചാൽ
ചിലപ്പോൾ സെയിൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിപിനെ, എനിക്ക് അതിനകത്ത് എനിക്ക് വിപിനെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ആ വിപിൻ്റെ ഒരു കഥ സിനിമയാക്കാൻ വേണ്ടി ഞാൻ പലയിടത്തും വിപിനെ കൊണ്ടുപോയായിരുന്നു. പുള്ളിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഥ പറയാനൊരു അവസരം ഞാൻ 2-3 ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയായിരുന്നു. അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് വിപിൻ ഇങ്ങനെ ഒരു സിനിമ ഇത് സീരിയസ് ആയിട്ട് എന്തോ ആലോചിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു വിപിൻ എനിക്ക് സിനിമ കാണണം, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വെച്ചോളാം. കാരണം ഒരാളുടെ എഫേർട്ടാണത്, ഒരാളുടെ ഒരു ഇത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇപ്പം റോസലിൻ എന്ന് പറയുന്ന അതിൻ്റെ അസോസിയേറ്റ് അവർ വന്ന് അവരും മറ്റേ വിനായക് ശശികുമാറാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു നല്ല ഒരു സീരീസ് ആയിട്ട് ഇറക്കാൻ പറ്റുന്നൊരു സാധനം സപ്പോർട്ട് ചെയ്തു. കാരണം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരുമാതിരി പറ്റുന്ന സിനിമയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റർ കൂദാശ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അന്നത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. ബാബുരാജ് എന്തോ ആയിരുന്നു അതിനകത്തെ ഹീറോ. അന്ന് ആ സിനിമ ഞാൻ CD കണ്ടിട്ട് ഞാൻ എഴുതി അതിൽ. കാരണം അതിനകത്ത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഉണ്ടായിരുന്നു, അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് അയാളുടെ മാക്സിമം ചെയ്തു. അപ്പോൾ ഡിനു തോമസ് ഈളെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഫേർട്ട് ബുദ്ധിമുട്ടും അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒരു സിനിമ അങ്ങനെ കുറ്റം കളയാറില്ല. ഇന്ന് നമ്മൾ ഈ പോലീസ് ജാർഗണ്ഡ ഭാഗമാണ് ഈ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. പലപ്പോഴും പല കേസസ് വരുമ്പോൾ ദൃശ്യം മോഡൽ എന്നുള്ളൊരു ടാഗ് അതിൻ്റെ കൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ ആസ് എ ഡയറക്ടർ ഓഫ് ദൃശ്യം എന്താണ് അപ്പോൾ തോന്നാറ്? എനിക്കൊന്നും തോന്നാറില്ല, വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. കാരണം ദൃശ്യത്തിന് മുമ്പ് ഞാൻ ചെയ്യട്ടെ, ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ട് മറച്ചു വയ്ക്കും. അല്ല, ഇപ്പോൾ എത്ര പേര് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറയും, എല്ലാവരും മറച്ചു വയ്ക്കാനേ നോക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ കൊണ്ട് കൊല്ലുന്ന, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കൊല്ലുന്നതായിരിക്കും, പ്ലാൻ ചെയ്ത് കൊല്ലുന്നതായിരിക്കും. ഇനിയിപ്പോൾ പോട്ടെ, പ്ലാൻ ചെയ്ത് കൊല്ലുന്നത് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും എല്ലാവരും അത് മറക്കാനേ നോക്കുകയുള്ളൂ. ഫസ്റ്റ് ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വന്ന് സ്വയം പറയുന്നത്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്, അവരങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് ഇട്ടുകൊണ്ടാണ്. ഇനി ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇടുക്കി ഭാഗത്ത് എവിടെയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷം മുമ്പ് കേട്ടോ, ഇതേപോലെ ഞാൻ 1-2 ഇൻ്റർവ്യൂ പറഞ്ഞതാണ്. ഒരാൾ ഒരു ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടായിരുന്നു. വൈഫ് വീട്ടിൽ പോയ സമയത്ത് ഈ പെൺകുട്ടി പ്രഗ്നൻ്റായി. വൈഫ് വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ വന്നു, ഇവള് വീട്ടിൽ വലിച്ചു വരിച്ച് എന്തോ ചെയ്തു. എന്നിട്ട് ഇയാൾ കൊന്നു കളഞ്ഞിട്ട് വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു, വീടിൻ്റെ കോമ്പൗണ്ടിലവിടെ. എനിക്ക് അത്ര ഡീറ്റെയിൽസ് അറിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാളവിടെ ജീവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മാനസിക നില തെറ്റി തുടങ്ങി. അപ്പോൾ വൈഫിനറിയില്ലല്ലോ. വൈഫ് അവസാനം ഇയാൾക്ക് എന്തൊക്കെയോ പ്രശ്നമാണെന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ഈ പറഞ്ഞ സെഷൻസ് കഴിഞ്ഞപ്പോൾ ഇയാൾ കൺഫ്യൂസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തി പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് അറസ്റ്റ്. അങ്ങനെ ഒരു കേസ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, ദൃശ്യം ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഒരു പടം ഹിറ്റായി, പടത്തിന് അത് ഇത്രയും പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് അദൃശ്യം മോഡൽ മറ്റേ. പിന്നെ ചിലർ ആരൊക്കെയോ കയറി മറ്റേ ലോറിയിൽ ഇതിട്ടിട്ട് പോയി എന്നുള്ള ഐഡിയ ഒക്കെ യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ എന്താ പറയുന്ന, അത് ഇതുപോലെ ഇത് നമ്മൾ ഈ സിനിമ കാണിക്കുന്നതൊന്നും റിയൽ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്ത പ്രശ്നമാണ്. അതവർ മനസ്സിലാക്കേണ്ട കാര്യമില്ല. സിനിമ വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഉറപ്പായിട്ടും. ഈ റീസെൻ്റ്ലി ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സിനിടയിലെ വയലൻസ് കൂടാനുള്ള കാരണം മലയാളത്തിൽ വരുന്ന സിനിമകളാണ്, വയലൻസ് സീൻസ് ആണെന്നുള്ളത്. അതൊരു ശരിക്കും ഒരു കാരണമാണോ? ഞാനൊരു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തീഹാർ ജയിലിൽ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എനിക്കെൻ്റെ ഇതറിയില്ല, ഒരാൾ സർവേ നടത്തി തീഹാർ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ എന്തോ ചെയ്തപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതിനകത്ത് പലരും കൊല്ലണം എന്നോർത്തടിച്ചതല്ല, അവരെല്ലാം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടില്ല, എപ്പോൾ എത്ര അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ഒരുത്തിന് ദേഷ്യം വന്നിപ്പോൾ ഇരുമ്പൂടിയൊക്കെ എടുത്തിട്ട് താലയ്ക്ക് കൊടുത്തിട്ട് പിന്നെ കലിയും ഇട്ട് അടിക്കുക. അപ്പം ഈ സിനിമയിലൂടെ കാണുമ്പോൾ എത്ര അടിച്ചാലും അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. ഇപ്പോൾ പല തരത്തിലും ഞാൻ ചുരുമല്ലോ, പല തരത്തിൽ ഇതിനെ എടുക്കുന്നവരുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അജ്ഞത കൊണ്ട് ഇത് തന്നെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വില്ലന്മാരുടെ ചില സ്റ്റൈലുകൾ കാണിച്ചിട്ട് കൊന്നിട്ട് സ്ലോ മോഷൻ നടക്കുമെന്ന് പറയുമ്പോൾ ഒരു ചിലർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ടെൻഡൻസി ഉള്ളവർക്ക് അതിനൊരു ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് കിട്ടുമായിരിക്കും. ഒരുത്തിനെ അടിച്ച് വീഴ്ത്തിയിട്ട് 10 ആൾക്കാരുടെ മുമ്പ് ഇവിടെ നടക്കുമെന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ സിനിമ കാണുമ്പോൾ അതിനൊരു വേറൊരു ഇത് കിട്ടും. സിനിമ കുറച്ച് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഈ ഷേണായിസിൽ ഡൈ ഹാർഡ് 2 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ബ്രൂസ് വില്ലിസിൻ്റെ. ഞാനന്ന് 3 ഡിഗ്രിയാണ്
ഡിഗ്രി അതേ സ്കൂളിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിനകത്ത് ഒരു ബ്രൂസ് വില്ലീസ് ഒരു എയർപോർട്ട് ഹൈജാക്ക് ചെയ്യുന്നതാണ് പുള്ളി വന്നത്. അപ്പോൾ ഫുൾ സ്നോയാണ്, അതുപോലെ തണുപ്പ്. അപ്പോൾ ഇയാൾ എപ്പോഴും സിഗരറ്റ് വലിയാണ്. ആ വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വലിച്ചിട്ട് പുള്ളി ആ സ്മോക്ക് പുറത്തേക്ക് ചെയ്യുന്ന രീതിയും ഇതൊക്കെ കണ്ടിട്ട്. ഈ സിനിമ കഴിഞ്ഞിട്ട് ഷെഹനായി സിംഗ് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചു. ഞാൻ വലിക്കുന്ന ആളല്ല, ഫസ്റ്റ് ടൈം വലിച്ചു. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തതല്ലേ. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി എപ്പോഴും കോൺഷ്യസ് ആണോ? എൻ്റെ സിനിമകളിൽ കഴിയുന്നത് ഞാൻ വയലൻസിന് എങ്ങനെയൊക്കെ എന്താ പറയുക നമ്മൾ ഒഴിവാക്കാവോ. ഇപ്പം മമ്മി ആൻഡ് മീയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് വരുന്ന അത്. അപ്പം ബെഡിലിരുന്നപ്പോൾ ബെഡിലൊരു ചെറിയ സ്റ്റെയിൻ പോലെ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാരണം ആൾക്കാർക്ക് ഇത് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കഴിയുന്നത് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളോരത് കാണിച്ചേ പറ്റുമല്ലോ, ബ്രൂട്ടാലിറ്റി ഇത് ചെയ്യണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഷൂട്ട് ചെയ്ത ഫിലിം നേര. അതിനകത്ത് റേപ്പ് സീൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് റേപ്പ് സീൻ ചെയ്യുന്നത്. സാധാരണ ഞാനത് വളരെ നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം ഇതിനകത്തൊക്കെ മിറാഷിനകത്തൊക്കെ ആണെങ്കിലും വലിയ ഡീറ്റെയിലിങ്ങിന് പോയില്ല, കാലുകൾ കാണിച്ചു ഒക്കെ നമ്മളങ്ങനെ അങ്ങ് ചെയ്തു പോകും. പക്ഷെ നേരിനത് പറ്റത്തില്ല. കാരണം ആ ഫേസ് ചെയ്യുന്ന ഒരു ഷോട്ട് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ എത്ര സമയമെടുത്ത് അത് ഷൂട്ട് ചെയ്യാമെന്നറിയാം. കാരണം ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്ന ഫാമിലിക്ക് അതിങ്ങനെ എന്ന് തോന്നിയാൽ ആ സിനിമയുടെ ഇത് പോയി. പക്ഷെ ഭാഗ്യത്തിന് അത് അങ്ങനെ കടന്നുപോയി, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കൊലപാതകം എന്തുവാണെങ്കിലും കഴിയുന്നത് അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി കുറയ്ക്കാൻ നോക്കും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ആ ബ്രൂട്ടാലിറ്റി വർക്ക് ചെയ്താലേ ആ എഫക്റ്റ് ഓഡിയൻസിലേക്ക് കിട്ടുള്ളൂ. അവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. എന്നാലും കഴിയുന്നതും വയലൻസ്, ഇപ്പോഴത്തെ സിനിമയിലെ വയലൻസ് എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. ഞാൻ പല വയലൻസ് സിനിമകളും എനിക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ കുറച്ച് ഞാൻ കാണാനിരുന്ന അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് വന്നപ്പോൾ ഞാനത് കാണുന്നില്ല എന്ന് പറഞ്ഞു. OTT വരുവാണെങ്കിൽ സ്പീഡിൽ അടിച്ച് വിടാമല്ലോ. തിയേറ്ററിലാണെങ്കിൽ ഞാൻ പിന്നെ കണ്ണടച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് എനിക്കത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇതേ ടോപ്പിക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നത് ഫിലിം മേക്കർ മാരി സെൽവരാജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സിനിമയിൽ ആ അച്ഛനും അമ്മയും ആ കുട്ടീനെ റിയഷ്യൂർ ചെയ്യുന്നില്ല, ഇത് നിന്റെ ഫോൾട്ട് അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ചിലപ്പോൾ ദൃശ്യം പോലെ സിനിമ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. കാരണം അവർ ചിലപ്പോൾ പക്ഷേ ഒരു ഡയലോഗിലൂടെയോ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകളോട് ഇല്ല അത് നിന്റെ തെറ്റല്ല എന്ന് പറയണമെന്ന് അങ്ങനെ ഒരു ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അന്നങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അവളെ എന്നെ ജയിലിൽ പോകേണ്ടതെന്ന് പറയുമ്പോൾ മോളൊരിക്കലും ജയിലിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരിക്കും മോളുടെ തെറ്റല്ല അങ്ങനെ ഒരു ശരിക്കും ചേർത്താൻ നല്ലതായിരുന്നു. ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നത് ചെയ്തില്ല. ശരിക്കും ഞാനതിനെ വെൽക്കം ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു ഡയലോഗ് ഇടാമായിരുന്നു. പക്ഷേ എൻ്റെ തോട്ടിലത് വന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും തോട്ടിൽ വരണം. തോട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ മോളുടെ തെറ്റല്ല എന്ന് പറയാമായിരുന്നു. അതൊരു സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കേട്ടോ. അപ്പം അത് പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ക്യാരക്ടറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് വലുതാണ്. പക്ഷേ എനിക്കന്നേരം തോന്നിയില്ല. പകരം പുള്ളി ആ മകളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഇത് ചെയ്ത്. പക്ഷേ കുറച്ച് പേരന്ന് വേറെ രീതിയിലും പറഞ്ഞു ഇതിനെ പിന്നെ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു എന്നോട് മറ്റേ KT തോമസ് സാറില്ലേ, പുള്ളി എന്നെ വിളിച്ചായിരുന്നു. അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യരുത്, ഇത് ചെയ്യുന്നതാണ്. അപ്പം അന്ന് KT തോമസ് സാർ എന്നെ ഒരു പരിചയമില്ല. ഒരു ദിവസം ഒരു കോള് ഞാൻ ഇന്നയാളാണ്. ആ സാർ പറയും ഇങ്ങനെ മറ്റേ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നതാണ്. ഒരു കാര്യമില്ല, വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ഇതിനെ തട്ടിക്കിടന്നേക്കണം, വേറെ മാർഗമില്ല എന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്ത് വെച്ച് നേരിട്ട് എപ്പോഴും പറഞ്ഞു. അത് എനിക്ക് അദ്ദേഹം ഈയിടെ TV-യിലും പറയുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് സെൽഫ് ഡിഫെൻസ് അല്ലേ എന്ന് ചോദിച്ചു. അതെന്നോട് ഭയങ്കര ക്രിറ്റിസിസമായിട്ട് ചോദിച്ചു. അവരെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല, സെൽഫ് ഡിഫെൻസ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു IG-യുടെ മകനാക്കിയത്. ഒരിക്കലും ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ സെക്കൻഡിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ വീഡിയോയുടെ കാര്യം പുറത്തു വരാതെ നോക്കണം. അവിടെ ഒരു അമ്മയുടെ സെൽഫിഷ്നെസ് ഉണ്ട്. കാരണം ആ മകൻ തെറ്റ് ചെയ്തു എന്നുള്ളത് അമ്മ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അതാണ് എൻ്റെ മകൻ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. കാരണം ആ മകൻ ഒരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ, കൺഫസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സാണത്. അപ്പോൾ അതാ പറഞ്ഞത് ഇത് ശരിക്കും ദൃശ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷൻസ് ആണ്. അതിനകത്ത് ഒത്തിരി അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് പക്ഷേ ഈ ട്വിസ്റ്റിൻ്റെ ഇതിനകത്ത് മുങ്ങിപ്പോവുക അതിലെനിക്ക് സങ്കടമുണ്ട്. പക്ഷേ
ഞാനിതിപ്പോൾ കുറേയൊക്കെ പറഞ്ഞു നോക്കിയപ്പം ഒന്നുമില്ല. അത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കിത് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റേണ്ട കാര്യമില്ല. ഞാനിതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ മീ ദൃശ്യം ഈസ് എ ഫാമിലി ഡ്രാമ. ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ റൂട്ട് ഇതെന്ന് പറയുന്നത് ആ അച്ഛനും മക്കളും അവർ ഒന്നിച്ച് നിൽക്കുന്നു, അപ്പുറത്തെ ആ ഭർത്താവ് ഭാര്യയോടെ നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും ഭാര്യയോട് നിൽക്കുക. സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് പല രണ്ട് പാട്ടിനകത്തും വലിയ ഡയലോഗ്സ് ഇല്ല, സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ദിഖേട്ടനോട് ഫസ്റ്റ് ടൈം ഞാൻ സിദ്ദിഖേട്ടനോട് കഥ പറയാൻ ചെന്ന് ചെയ്യാൻ പറ്റുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സിദ്ദിഖേട്ടനെ ഇതിനകത്ത് ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത്, പക്ഷെ അല്ലാതെ ഞാൻ കുറേ സീൻ ഷൂട്ട് ചെയ്യും, പക്ഷെ വലിയ കാര്യമായ ഡയലോഗൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ സീൻ ഇതാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മളെപ്പോഴും ആക്ടിങ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് കുറേ ഷൗട്ടിങ്ങും കരച്ചിലും അതിലൊന്നുമല്ല, വളരെ സട്ടിലായിട്ട് അധികം ഡയലോഗുകളില്ലാതെ നമ്മുടെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായിരുന്നു സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ ദൃശ്യത്തിനകത്ത്, പ്രഭാകരൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ വളരെ എനിക്കിഷ്ടമുള്ള ലാലേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറാണ് നേരിലെ അഡ്വക്കേറ്റ് ജെ വിജയകുമാർ. പുള്ളി സംബന്ധിച്ചിടത്തോളം പുള്ളി വലിയ ബഹളങ്ങളൊന്നുമില്ല, പുള്ളിയുടെ ഇതെല്ലാം വളരെ സട്ടിൽ ഇമോഷൻ. അത് അഭിനയിക്കുന്ന പോലും നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം അതൊരു അങ്ങനത്തെ ഇമോഷൻസിലൂടെ പോകുന്ന സിനിമകളാണ് കൂടുതലും എൻ്റേത്. പക്ഷെ എല്ലാത്തിനും അത് പറയുമ്പോൾ ഇതും വരുമ്പോഴത്തേക്കും അത്രയില്ല ഇതിലേക്ക്. ഈവൻ മെമ്മറീസ് തന്നെ, അവിടെ ഒരു അച്ഛനും ബ്രദർ, ഒരു അമ്മയും മകനും ഒരു സഹോദരനും തമ്മിലുള്ള ആ ഒരു ഇമോഷനുണ്ട്. പിന്നെ ഭാര്യ, ആ കൊച്ച്, അവരുടെ മരണം എന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ ഈ സർവൈവറിന് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സാർ നേരെ എഴുതിയപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ വിക്ടിം ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കുന്ന ഒരു ഡയലോഗ്, ഒരു വലിയൊരു മോണോലോഗ് ആ കോർട്ട് റൂം സീനിലുണ്ട്. തിയേറ്ററിൽ വലിയ സ്വീകാര്യത നേടിയ ഒരു സീനാണ്. അത് ഒരു പൊയറ്റിക് ജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അന്ന് അങ്ങനെ എഴുതിയില്ല. അല്ല, ഇതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് അതൊരു അവസ്ഥയാണ്. പുതിയ ജനറേഷൻ കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അതായത് ഇതാണ് സിറ്റുവേഷൻ. അത് നമ്മൾ ആ സിറ്റുവേഷനെ അങ്ങോട്ട് ആ കഥയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡയലോഗ് കിട്ടി. അവിടെ അതെന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അതൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചു. പറഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷേ അത് കൂടുതലും അയാളുടെ അച്ഛൻ്റെ പ്രവൃത്തിയിലും ഇതിലും എല്ലാം എൻ്റെ മകൾ നിരപരാധിയാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഫാമിലിയെ, എൻ്റെ ഒരു ഫാമിലിയെ. ഒരു ഇന്ററാക്ഷനിൽ പറയണ്ടായി ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത സിനിമയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ എന്ന്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രണവിൻ്റെ അച്ഛനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, മകനെ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്നു. അല്ല, ബേസിക്കലി പ്രണവ് ഇങ്ങനെ കഥ കേൾക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവിടെ സുചേച്ചിയുടെ കൂടെ ഉള്ളൊരു ഫാമിലി ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവാണ്. അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൊരു കഥ പറഞ്ഞാണ്. കാരണം ഞാൻ ഈ പറയുന്ന എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു തോട്ടായിരുന്നു അത്. അന്നതൊരു മാരത്തോൺ റണ്ണറായിരുന്നു, നല്ല ഫിസിക്കുള്ള ചെറുപ്പക്കാരനായത്, നല്ല ഓട്ടക്കാരനാണ്. നാട്ടിലൊക്കെ ക്രോസ് കൺട്രി റേസിലൊക്കെ എപ്പോഴും ജയിക്കുന്ന ആളാണ്. അവൻ ബാംഗ്ലൂർ പോയി ഒരു പ്രസൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവൻ ഓടും, ഇവനെ പിടിക്കാൻ ഇവന് ജീവനോടെ വേണമെന്നാണ് വില്ലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെടിവെച്ച് കൊല്ലാനോ വല്ലതൊക്കെയാണോ ഇടിച്ചു കൊല്ലാനാണോ, ഇവനെ ജീവനോടുണ്ട് ഓടിച്ചിട്ട് പിടിക്കണം. ഇവനായിട്ട് ഓടിക്കുമ്പോൾ ഈ ഗുണ്ടകൾക്ക് ഓടിച്ചിട്ട് പറ്റുന്നില്ല. അവസാനം പുറത്തുനിന്ന് റണ്ണേഴ്സിനെ കൊണ്ടുവരും പിടിക്കാൻ. ഇതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിന് നല്ല ബഡ്ജറ്റാവുമെന്നറിയാം, കാരണം ഇവിടെയും കൂടെയല്ല ബാംഗ്ലൂരൊക്കെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ അപ്പോൾ അതായി ആരെ വെച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രണവ് വരുന്നത്. പാർക്കോർ എന്ന് പറയുന്ന സാധനവും കൂടെ വന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ആ ബേസിക് സ്റ്റോറി ലൈൻ അത് തന്നെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്തു. പ്രണവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവൻ വൺസ് ഒരു പ്രൊജക്റ്റിനകത്തേക്ക് ഇന്നായാൽ അവൻ ഫുള്ളി കമ്മിറ്റഡാണ്, ഫുള്ളി അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ലാലേട്ടനെ പോലെ ഡയറക്ടേഴ്സ് ആക്ടറിന് പോലെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളി വർഷത്തിലൊരു പടം, അത് കഴിയുമ്പോൾ ഒരു വർഷം ഫ്രീ ആയിട്ട് പുള്ളി എൻജോയ് ചെയ്ത് നടന്ന് അങ്ങനെയൊക്കെയാണ്. അത് പുള്ളിയുടെ ചോയ്സാണ്. ആൻഡ് ടെൻഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ
മകനെ ലോഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊരു വിഷമം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അവസാനം രാജേട്ടൻ ഇപ്പം എനിക്കും ടെൻഷനായി തുടങ്ങി എന്ന് പറഞ്ഞു. അല്ല, അത് ഉത്തരവാദിത്തമായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. മലയാള സിനിമയിൽ ഇപ്പം നോക്കി ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പം പ്രമേഹം പോലൊരു സിനിമ വരുന്നു, ലോക പോലൊരു സ്റ്റോറി വരുന്നു, കാതിൽ വരുന്നു. അപ്പൊ ഇങ്ങനൊരു എക്സ്പെരിമെന്റ്സിനെ എങ്ങനെയാ കാണുന്നത്? നല്ലതായിരുന്നു. അത് തീർച്ചയായിട്ടും ഇപ്പം എല്ലാവരും അദ്ദേഹം പറഞ്ഞേ ഒരാളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ആ പടം ഓടി ഉടനെ എല്ലാവരോടും കയറി അത് ചെയ്യാൻ പോലെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുക. കാരണം എപ്പോഴും പണ്ടൊക്കെ ഞാനൊക്കെ ഇൻഡസ്ട്രി വരുമ്പോൾ ഇതായിരുന്നു, ഡിറ്റക്റ്റീവിലൊക്കെ 3 ഫൈറ്റ് വെക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഡിസ്ട്രിബ്യൂട്ടറോട് തിയേറ്ററുകാർ പറയും, തിയേറ്ററുകാർ ഡിസ്ട്രിബ്യൂട്ടറോട് പറയും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറോട് പറയും, പ്രൊഡ്യൂസർ ഡയറക്ടറോട് പറയും. അവസാനം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫൈറ്റേ പറ്റിയെന്നിട്ട് അവസാനം ഒരു ഫൈറ്റ് ഞാൻ പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തു. തല്ലിപ്പൊളി ഫൈറ്റുമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് നല്ല രീതിയിൽ വിമർശനവും ഉണ്ടായി, ചീത്തയും കേട്ടു. പക്ഷേ പ്രൊഡ്യൂസർ അത് 3 പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണത്തെ ചവിട്ടി വഴക്കുണ്ടാക്കി ഇതാക്കി. അപ്പം അത് കഴിഞ്ഞ് ഹ്യൂമർ സിനിമകൾ വരാൻ തുടങ്ങി. നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ നമുക്ക് ഹ്യൂമർ ചെയ്യാൻ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് സിനിമകൾ എടുക്കുന്നു, പുതിയ രീതിയിൽ ചിന്തിക്കുന്നു. സിനിമ എപ്പോഴും പരീക്ഷണങ്ങൾ തന്നെയാണ്. അത് ഓരോരുത്തർ ഇപ്പം പ്രമേയവും ചെയ്തു, നല്ല കാര്യം. ഉടനെ എന്നാൽ ഇനി എല്ലാവരും ആ പാറ്റേൺ ചെയ്താൽ പോകാതിരിക്കുക. അതുപോലെ വേറെ രീതിയിൽ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ സിനിമകൾ ഞാനെപ്പോഴും ഒരു എന്താ പറയുക, സാധാരണ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമകളെ കൂടുതലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. പക്ഷേ ഒരു ഹൊറർ സിനിമ അങ്ങനത്തേക്ക് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിലേക്കൊക്കെ എനിക്കൊരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അതുകൊണ്ട് എക്സ്പീരിയൻസ് എപ്പോഴും വേണം. അതുകൊണ്ടേ ഇൻഡസ്ട്രി വളരുള്ളൂ. ഇൻഡസ്ട്രിയിൽ വ്യത്യസ്തമായ എന്താ പറയുക പ്രമേയങ്ങളും പ്രസൻറ്റേഷൻസും ഉണ്ടാവണം. അപ്പോഴേ അത് ഇതാവുള്ളൂ. കാരണം ഇതുകൂടെ കഴിഞ്ഞ പിന്നെ നമ്മുടെ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് അങ്ങ് മാറി. എല്ലാവരും ഭയങ്കര ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിട്ട് വേറെ ലൈൻ ഓഫ് ഇതായി. നമ്മൾ നാഷണലി നോക്കിയാൽ തന്നെ മലയാള ഇൻഡസ്ട്രി ആ ഒരു തരത്തിൽ ഒരുപാട് പ്രൈസ് ചെയ്യുന്നവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സ് കാരണമാണോ ഈ പറയുന്ന റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ മലയാള സിനിമയിലേക്ക് കൂടുതൽ കിട്ടുന്നത്? കണ്ടന്റ് അത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ്. അത് കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തേത്. അത് എക്സ്പെരിമെൻറ്റിൽ അവർ ഇതാണ്. കാരണം ഇപ്പം ഈ ലോകയുടെ എന്ന് വന്നപ്പോൾ പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ഒരിക്കലും അവർക്കത് ഹിന്ദി സിനിമയിൽ തീർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ലിമിറ്റേഷനിൽ നിന്നിട്ട് എങ്ങനെ നമുക്കതിൽ നിന്ന് ഔട്ട്പുട്ട് കൊണ്ടുവരാമെന്ന് നോക്കുകയാണ്. നമുക്ക് ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വാരി വലിച്ചങ്ങ് ഇത് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് സ്റ്റഡി ചെയ്ത് ആണ് പോകുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിനൊരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അവരെ ഞെട്ടിച്ചത് നമ്മൾ ഈ ചുരുങ്ങിയ ചെലവിനുള്ളിൽ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇപ്പം ഹിന്ദി പ്രൊഡ്യൂസേഴ്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളം ഇതിലേക്ക് പ്രൊഡക്ഷന് വേണ്ടിയും അങ്ങനെയൊക്കെ. എന്നെ തന്നെ എന്തോരം പേര് വിളിക്കുന്നുണ്ടെന്നറിയോ, മലയാളത്തിൽ നല്ലൊരു സബ്ജക്റ്റ് ചെയ്യുക അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മലയാളത്തിൽ സിനിമ ചെയ്യാനായിട്ട്. ഇപ്പം പനോരമ നമ്മളിപ്പോൾ ദൃശ്യം എടുത്ത ദൃശ്യം 3 മൊത്തത്തിൽ അവർ പനോരമയാണ് അതിൻ്റെ ഹിന്ദി ചെയ്തത്. അവരിപ്പോൾ പനോരമയാണ് ടിക്കറ്റാക്കിയൊക്കെ ചെയ്യുന്നത്. അതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ ആ കമ്പനി സൗത്തിലേക്ക് വരുന്നത് തന്നെ എന്നോടും പറഞ്ഞിട്ടുണ്ട്, നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പറയാം നമുക്ക് മലയാളത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബിസിനസ്സാണ്. പക്ഷേ ഹിന്ദിയിലടിച്ചാൽ കിട്ടുന്ന ലെവലിലുള്ളതല്ല ഇവിടെ. എങ്കിലും അത്രയും റിസ്ക് ഇല്ലല്ലോ. മീൻസ് അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം മലയാളത്തിന് വരുന്നില്ല. പക്ഷേ ഇപ്പം മലയാളത്തിൻ്റെയും ബഡ്ജറ്റ് കയറി തുടങ്ങി. അത് കാരണം ഒരു ചെറിയ ക്രൈസിസും ഉണ്ട്. ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ് നമുക്ക്. അതൊരു വലിയ പ്രശ്നം. ഒരു സ്ട്രിങ് ഓഫ് ഹിറ്റ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഫിലിം മേക്കേഴ്സ് സാധാരണ സ്കെയിലപ്പ് ചെയ്യാറാണ് പതിവ്. വലിയ വലിയ പടങ്ങൾ ചെയ്യാറാണ്. സാർ അതിനിടയ്ക്ക് നുണക്കുഴി പോലൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് സാറിൻ്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്താണ്? ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത പടങ്ങളില്ല. എനിക്ക് ഭയങ്കര രസമായി കൊച്ചു സിനിമകൾ ചെയ്യുന്നതും അങ്ങനത്തെ. എന്നെ അതാണ് എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ ഉടനെ ഇത്ര കോടി ഇപ്പം റാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സിനിമ കഴിഞ്ഞു ഇതായി അടുത്തത് ഇതിൻ്റെ മുകളിലുള്ള സിനിമ. എനിക്ക് അങ്ങനെയല്ല. ഈ സിനിമ കഴിഞ്ഞു അടുത്ത കഥ എന്താണ്, ആ കഥ ചെറുതാണെങ്കിൽ ചെറുത്. ഇപ്പം റാമിൻ്റെ കഥ ഞാൻ ആലോചിച്ച് എഴുതി കഴിഞ്ഞപ്പം അതൊരു വലിയ ക്യാൻവാസിൽ പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ വലിയ ക്യാൻവാസിലേക്ക് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല സ്റ്റോറി ടെല്ലർ. കഥയാണ് എൻ്റെ അട്രാക്ഷൻ. ഹ്യൂമൻ ഇമോഷൻസും ഒക്കെയുള്ള കൈൻഡ് ഓഫ് കഥകൾ. അതിനകത്ത് ക്രൈം വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ആ ഓർഡറിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊരു സാധനം വർക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ
അതങ്ങ് ചെയ്യുന്നു. അത് ഇപ്പം നാളെ എന്ന് കരുതി ഞാനൊരു വലിയ സ്കെയിലുള്ള സിനിമ ചെയ്ത് കൂടായും അല്ല, കാരണം എൻ്റെ അടുത്ത് ഈയിടെ ഒരു കഥ വന്ന ഒരാൾ പറഞ്ഞു വലിയ സ്കെയിലിൽ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഒരു വർഷത്തെ പ്രിപ്പറേഷനെങ്കിലും വേണം, നമുക്കിപ്പോഴേ തുടങ്ങാം, നമ്മൾ സംസാരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഇതാണ്, വലിയ സ്കെയിലിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ആ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്യാന്ന് പറഞ്ഞ പ്രയോറിറ്റി ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും കഥ എന്താണ്, നല്ല കഥകൾ ഇമോഷൻസ് എന്ന് പറയുന്നതിലൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. എനിക്ക് ആ ഹ്യൂമറും കാര്യങ്ങളും അതും ഇപ്പോൾ കൃഷ്ണകുമാറും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ചിരിച്ചാണ് ബേസിനോട് പറഞ്ഞത്. ഞാൻ ആ പടവും ഇത് ചെയ്തു. അതും ഇത് പറഞ്ഞ പോലെ കുറേ പേർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു, നിങ്ങളെന്തിനാ ഇങ്ങനത്തെ സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ അത് എൻ്റെ ചോയ്സാണ്. അപ്പോൾ ഒരു പയ്യൻ വിളിച്ചിട്ട് ചേട്ടാ, അത് വേറെ ഇത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ലൈഫ് ഓഫ് ജോസൂട്ടി കഴിഞ്ഞപ്പോഴും പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനത്തെ പടം എന്ന് ചോദിച്ചു, ചേട്ടൻ ത്രില്ലർ ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു മോനെ എൻ്റെ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അറിയാം ഏതാ ജോണർന്ന്. അപ്പോൾ എൻ്റെ ഇത് ത്രില്ലറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മറ്റേ തിയേറ്ററിൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ, കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ഈയിടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അടുത്ത് ഡോക്ടർ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളൊരു 8-9 പേര് കൂടിയാണ് സിനിമ കാണാൻ പോയത്. അതിനകത്തൊരു 3 പേർക്ക് നുണക്കുഴി കണ്ടുകൊണ്ടിരുന്നപ്പം അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവരും അതൊക്കെ അപ്പം മോളിലായിരുന്നു, ഫോർമോളോ അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ മേടിക്കാതെ പിന്നെ അവർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ. ഇത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെന്ന് അവരോട് പറഞ്ഞു ആണോ, എന്നാൽ ഇനിയിപ്പോൾ OTT വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പോൾ ചിലർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷനാണ്. ഞാൻ ചെയ്യുന്ന എല്ലാം വലതുവശക്കള്ളം കണ്ടിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ ഒപ്പീനിയനൊക്കെ കേട്ടിട്ട് ഞാൻ പോയി പടം കണ്ടു, പക്ഷേ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പം എടാ എന്നാടാ വലതുവശം മെമ്മറീസിൻ്റെ ഏഴയിലൊക്കെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവൻ ചോദിച്ചു അതിന് മെമ്മറീസ് പോലെയുള്ള സിനിമയല്ലല്ലോ, അതെന്ന് പറയാൻ പോലെ മെമ്മറീസിൻ്റെ ഏഴയിലൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി പോയി. അപ്പം എങ്ങനത്തെ കമ്പാരിസണാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അദ്ദേഹം ആ വ്യൂവർ പ്രതീക്ഷിക്കുന്നത് മെമ്മറീസ് പോലത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ദൃശ്യം 4 വരുന്നുണ്ടോ? ആദ്യം 3 ഒന്ന് കഴിയട്ടെ. എവിടെ ചെന്നാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ റാമിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് UK നിന്ന് വരുമ്പോൾ ഞാനും ലാൽ സാറും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സിംഗ് പുള്ളി ഇങ്ങനെ വന്നിട്ട് ലാൽ സാറിനെ കണ്ടപ്പോൾ വന്നിട്ട് പറഞ്ഞു ദൃശ്യം 3 ഹേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി പുറകിലായിരുന്നു. പുള്ളി പറഞ്ഞു യു ആസ് ദ ഡയറക്ടർ ഹീസ് ഡയറക്ടർ. അപ്പോൾ അന്ന് 3നെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരും 4 ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല ആദ്യം 3 കഴിയട്ടെ. റാമിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? റാം ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നത്തിൽ ഇങ്ങനെ കിടക്കുക, ഭയങ്കര സങ്കടമുള്ള ഒരു ഇതാണ്. ഒത്തിരി എഫേർട്ട് ഇട്ട് ഒത്തിരി പൈസയും മുടക്കിയ ഒരു പ്രൊജക്റ്റാണ്. പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കണം. UK ഷൂട്ട് ചെയ്തു, മൊറോക്കോയിൽ ഷൂട്ട് ചെയ്തു, ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തു, ഇനി കുറച്ച് ടുണീഷ്യയിലൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ഭയങ്കര സങ്കടമായിപ്പോയി. റെസ്യൂം ചെയ്താലും അതിന്റെ റെലവൻസ് ഇപ്പോഴും ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? റെലവൻസിൻ്റെ അല്ല, നമ്മൾ അതേപോലെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ സോ കോൾഡ് മറ്റേ ഹെവി മറ്റേ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറും ആക്ഷനും അല്ല സിനിമ. അതിനകത്തൊരു ഇമോഷനും ഇതുമൊക്കെ ഉള്ള ഒരാളുടെ ജേണിയും അയാളുടെ ഓഫ് കോഴ്സ് ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ സീക്വൻസും ഒക്കെ ഉള്ളൊരു സിനിമയാണത്. പക്ഷെ അത് വേറൊരു മൂഡിലാണ് നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2-part ഫിലിമാണ് അത് ഒന്നിച്ചെടുത്തപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഫസ്റ്റ് അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന്. പക്ഷെ അതെന്ന് വെച്ചാൽ ഈ UK തന്നെ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ UK പോയപ്പോൾ തന്നെ ഫുൾ ഫസ്റ്റ് സെക്കൻഡ് കൂടെ അങ്ങ് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് പോയി മൊറോക്കോയിൽ പോയി, അങ്ങനെയൊക്കെ വന്ന് ഇന്ത്യയിലും ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരു 20-25 ദിവസത്തെ വർക്കുണ്ടെങ്കിൽ ഫസ്റ്റ് തീരും, ഒരു 20-25 വർക്കുണ്ടെങ്കിൽ സെക്കൻഡും തീരും. ടോട്ടൽ ഒരു 50 ദിവസത്തെ ഷൂട്ടാണ്. അതിനിടയ്ക്ക് സൗത്ത് പോസ്റ്റിലായിട്ടൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു, അത് ഉണ്ടാവും. അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. സ്ക്രിപ്റ്റൊക്കെ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടന്നെങ്കിലും അതിൻ്റെ ഫർദർ ഇതിലേക്ക് വന്നിട്ടില്ല. ഇനി ഫർദുമായിട്ടൊന്ന് കാണണം, മീറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പിന്നെ ഈ പ്രൊജക്റ്റുകളുടെ തിരക്കിലും ആയിപ്പോയല്ലോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ദൃശ്യം 3 ഒന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുകയാണ്. പിന്നെ തെലുങ്കിൻ്റെ ഒരു റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അത് രണ്ടും ഞാനിപ്പോൾ ഉള്ളൂ. പിന്നെ പൃഥ്വിരാജിൻ്റെ അടുത്ത് മെമ്മറീസ് അല്ല കേട്ടോ, അത് എല്ലാവരും ചോദിക്കും മെമ്മറീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. രാജുവിൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് നേരത്തെ സംസാരിച്ചിരുന്ന ഒരു പ്രൊജക്റ്റാണ്.